ചെങ്ങന്മാരെ, ഞാൻ ഇട്ടിയോ, ഞാനിപ്പോൾ ഓൺ ബോർഡാണ്. അപ്പോൾ ഞാൻ ജോയിൻ ചെയ്ത സമയത്ത് തന്നെ ഒരു പ്രശ്നം കിട്ടി. നമ്മുടെ N2 ജനറേറ്ററിൻ്റെ ഡെക്കിലുള്ള വാൾവ്, ഡെക്കിൽ ബ്ലോക്ക് ആൻഡ് ബ്ലീഡ് വാൾവ് ഉണ്ട്. അപ്പോൾ വാൾവ് ഓപ്പൺ ആയി ക്ലോസ് ആയോ എന്ന് അറിയാൻ വേണ്ടിയിട്ടുള്ളൊരു ഫീഡ്ബാക്ക് സെൻസർ ഉണ്ട്. ഒരു പ്രോക്സിമിറ്റിയാണ് ആ സെൻസറാണിത്. പെപ്പേൽ ഫുഷ് ഏതൊരു ജർമ്മൻ കമ്പനിയാണ് ഇതാ ഈ സെൻസർ. അപ്പോൾ പാനൽ നോക്കുമ്പോൾ നമ്മൾ വോൾട്ടേജും കറണ്ടും ചെക്ക് ചെയ്ത് നോക്കിയപ്പോഴാണ് മനസ്സിലായത് ഈ സെൻസറിൻ്റെ ഇഷ്യൂ ആണ്. അത് ഈ സെൻസറിൻ്റെ ഇഷ്യൂ എങ്ങനെയാണ് മനസ്സിലായെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ സെൻസർ തരുന്ന ഔട്ട്പുട്ട് നമ്മുടെ മെറ്റൽ ഡിക്റ്റേറ്റ് ചെയ്യുന്ന സമയത്ത്, മെറ്റലിൻ്റെ ആ പ്രസൻസ് വരുന്ന സമയത്ത് ഇത് ഇൻക്ലൂഡ് ആവുന്ന സർക്യൂട്ടിൽ അതിൻ്റെ കറണ്ട് 1 മില്ലി ആംപിയറിൻ്റെ താഴെയായിരിക്കും. മെറ്റൽ എവേ ആവുന്ന സമയത്ത് ഇൻക്ലൂഡ് ആവുന്ന സർക്യൂട്ടിൽ കറണ്ട് 4 മില്ലി ആംപിയർ ആയിരിക്കും. ഓക്കെ, അപ്പോൾ അത് ചെക്ക് ചെയ്യാം. ഇതിൻ്റെ വോൾട്ടേജ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. വോൾട്ടേജ്, ഇതിൻ്റെ വർക്കിംഗ് വോൾട്ടേജ് 8.2 വോൾട്ട് DC ആണ്. ഇതിൻ്റെ ഇൻറ്റേർണൽ റെസിസ്റ്റൻസ് 1 കിലോ ഓം. അപ്പോൾ നമ്മളത് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് 8.1 വോൾട്ട് DC എൻ്റെ അടുത്തില്ല. അപ്പോൾ ഞാൻ പകരം നമ്മുടെ ബാറ്ററി 9 വോൾട്ടിൻ്റെ ബാറ്ററിയും കറണ്ട് കുറച്ച് ലിമിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് 1K റെസിസ്റ്റൻസും എടുത്തിട്ടുണ്ട്. നമുക്കിത് വെച്ചിട്ട് ചെക്ക് ചെയ്ത് നോക്കാം. നമുക്ക് കാണാം.